ഇന്ന് വെജും നോൺ വെജും കൂടി കൂട്ടിയിട്ടൊരു അടിപൊളി റെസിപ്പി ഉണ്ടാക്കിയാലോ? എങ്ങനെയാണ്, എന്തെല്ലാം കൂട്ടിയിട്ടാണെന്ന് ചിന്തിച്ചോ? അപ്പോൾ നമുക്ക് ബീഫും കൂർക്കയും കൊണ്ടൊരു അടിപൊളി റോസ്റ്റ് ആക്കിയാലോ? അതിനായിട്ട് ഞാനിവിടെ 1/4 കിലോന് ബീഫ് എടുത്തിട്ടുണ്ട്. വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടെടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 1/2 കിലോ അളവിൽ കൂർക്ക നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി, 1 ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി മസാലപ്പൊടിക്കായിട്ട് ഒരു ഗരം മസാല പൊടി, കുരുമുളക് ചതച്ചത്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില വേണം, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി വേണം. ഇനി നമുക്ക് തുടങ്ങിയാലോ? അതിനായിട്ട് ഒരു കുക്കറിലേക്ക് നമ്മൾ കഴുകി വെച്ച ബീഫ് ഇട്ട് കൊടുക്കുക. ആ ബീഫ് വേവിക്കാൻ ആവശ്യത്തിനായിട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്തതിന് ശേഷം 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് വിസിലടിച്ചിട്ട് വരാം. 1.5 കപ്പ് വെള്ളം ഒഴിക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ വെള്ളം കുറച്ച് കൂടുതലായിട്ട് തന്നെ നമുക്ക് കിട്ടണം. അതിനാണ് 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് എൻ്റെ കുക്കർ ഒരു 5 വിസിലടിക്കണം. നിങ്ങളെ കുക്കറിൻ്റെ പാകത്തിന് നോക്കിയിട്ട് വിസിലടിപ്പിച്ചിട്ട് ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിതാ ബീഫ് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ബീഫ് വേവിച്ച വെള്ളം കൂടി നമുക്കിവിടെ ആവശ്യമുണ്ട്. അതൊരു 1/4 കപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അതും കൂടി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി തുടങ്ങിയാലോ? അതിനായിട്ടൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചിയും 1 ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളിയും കൂടിയാണ് എടുത്തിട്ടുള്ളത്. രണ്ടൊന്ന് ചതച്ച് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മൂത്ത് കിട്ടട്ടെ. ഇപ്പം നല്ല രീതിയിൽ മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് വട്ടത്തിൽ അരിഞ്ഞിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മുളകാണ്. ആ 2 മുളകും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വലിയുള്ളി ഇട്ട് കൊടുക്കുക. ഒരു വലിയുള്ളിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഉള്ളിയുടെ കളറൊന്ന് ചെറിയ രീതിയിൽ മാറിക്കിട്ടണം കേട്ടോ. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇതാ നല്ല രീതിയിൽ തന്നെ ഉള്ളി ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടിയുടെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി, അതുപോലെ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുരുമുളക് പൊടി 1 ടീസ്പൂണും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം 1.5 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഈ മസാലപ്പൊടികളെല്ലാം മൂക്കുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഓവർ മഞ്ഞൾപ്പൊടി ആവരുത്. നമ്മൾ ഓൾറെഡി ബീഫ് കുക്കാക്കി എടുക്കുമ്പോഴും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മഞ്ഞളിൻ്റെ ഒരു കുത്തൽ വരും. അതുകൊണ്ടാണ് മഞ്ഞൾ എടുത്ത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. മസാലപ്പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ബീഫ് വേവിച്ച വെള്ളം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക. 1/4 കപ്പായിരുന്നു. അപ്പോൾ അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഈ സമയത്ത് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ട് തിളക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്കിതിലേക്ക് കൂർക്ക നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു വെള്ളത്തിലാണ് നമ്മൾ കൂർക്ക വേവേണ്ടത്. ഈ വെള്ളത്തിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കരുത്. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഇതൊരു 10 മിനിറ്റാണ് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ 2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് കിട്ടാൻ. ഈ സമയത്ത് നമുക്ക് ഇതൊന്ന് കുക്ക് കഴിക്കണമെന്നൊന്ന് നോക്കാം. നമുക്ക് കൂർക്ക മുഴുവനായിട്ട് കുക്കാവേണ്ട ആവശ്യമില്ല. ഒരു 1/4 ഭാഗം കുക്കായി കിട്ടിയാൽ മതിയാകും കേട്ടോ. അപ്പോൾ ഇതാ ഇപ്പോൾ 1/4 ഭാഗത്തോളം കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബീഫ് ഉണ്ടല്ലോ, വേവിച്ചെടുത്ത ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ബീഫും കൂർക്കയും മസാലകളും എല്ലാം ഒന്ന് നല്ല രീതിയിൽ മിക്സ് ആകുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ ഉപ്പിൻ്റെ അളവ് ഒന്നും കൂടി നോക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് എല്ലാം വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഉപ്പിൻ്റെ അളവ് ഉണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നോക്കുക. അപ്പോൾ ഞാനിവിടെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിലും ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് മുന്നേ നമ്മൾ ബീഫ് കുക്കാക്കി എടുക്കുന്ന സമയത്തും ഇതുപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇത് നമ്മളൊരു 5 മിനിറ്റ് കൂടി അടച്ചു വെക്കുക കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. അടിപൊളിയായിട്ട് തന്നെ ഇപ്പോൾ എല്ലാം മിക്സായി കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു കൂർക്കി
ചിക്കൻ ബീഫും കൂടിയുള്ള ഈ റോസ്റ്റ് നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇതെല്ലാം മിക്സ് ആക്കിയതിന് ശേഷം കുറച്ചും കൂടി മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു അര ടീസ്പൂണ് ഗരം മസാല, 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് ക്രഷ് ചെയ്തതും കുറച്ച് വേപ്പിലും 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഈ ചട്ടിയുടെ ചൂടിൽ തന്നെ ഇത് കിടക്കട്ടെ. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ചിട്ട് വെക്കാം കേട്ടോ. അടച്ചിട്ട് വെച്ചതിന് ശേഷം ഇതൊരു ചൂടാറിയതിന് ശേഷം ഞാനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി ബീഫ് കൂർക്ക റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതുപോലുള്ള വെറൈറ്റി വീഡിയോയുമായി വീണ്ടും കാണാം.